മന്ത്രി കെ രാജൻ ഒരു സ്കൂളിൽ നിൽക്കുകയാണ്. ഒരു വരാന്തയിൽ ഒരു ടീച്ചർ വിളിച്ചു പറയാണ്, സാർ ഒരു മിനിറ്റ് മന്ത്രി, ഒരു മിനിറ്റ് മിനിസ്റ്റർ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറയൂ പറയൂ എന്ന് ആംഗ്യം കാണിക്കുന്ന മിനിസ്റ്ററുടെ അടുത്ത് നോക്കിയിട്ട് പറയാ, ഈ മന്ത്രിസഭയോട്, ഈ ടീച്ചേഴ്സിന്, അധ്യാപകർക്ക്, PTA-ക്ക്, രക്ഷകർത്തൃ സംഘടനയ്ക്കുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. സൗണ്ട് ഇടറുന്നു ആ ടീച്ചറിന്റെ. പൂച്ചട്ടി AKM സ്കൂളിലെ SSLC പരീക്ഷാ കേന്ദ്രം അനുവദിക്കുക എന്നുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പിന് മന്ത്രി രാജൻ അനുമതി കൊടുത്ത് അവിടെ ആ SSLC പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതിന്റെ മറ്റൊരു നന്ദി പറച്ചിൽ കൂടിയാണ് ആ സ്കൂൾ മുറ്റത്ത് നടന്നത് എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ മന്ത്രി രാജൻ അത് കേട്ടു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, മന്ത്രി കെ രാജൻ ജനങ്ങൾക്കിടയിലൂടെ പോകുന്നവരാണ്. എത്ര CPM മിനിസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ. നമ്മൾ കൃഷി മന്ത്രി പ്രസാദ് ആയിക്കോട്ടെ, പഴയ MM മണി ആയിക്കോട്ടെ, ശിവൻകുട്ടി ആയിക്കോട്ടെ, ജനങ്ങൾക്കിടയിൽ KV ഗണേഷ് കുമാർ അടക്കമുള്ള, അതിന് ഘടകകക്ഷി എന്നോ CPM എന്നോ CPI എന്നോ ഒന്നുമില്ല, ഏതു മന്ത്രിമാരുമായിക്കോട്ടെ, ജനങ്ങൾക്കിടയിൽ പ്രോട്ടോകോൾ പോലും നോൽക്കാതെ നടക്കുന്നവർ, ജീവിക്കുന്നവർ, ഇടപെടുന്നവർ. അവരുടെ ഉത്തമോദാഹരണമായി നമുക്ക് എന്നും എടുത്തു പറയാൻ പറ്റുന്ന മന്ത്രി കെ രാജനാണ് ഒരു സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ ടീച്ചറിന്റെ ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്നുള്ളതാണ്. പിണറായി സർക്കാർ ഈ നാടിന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ശക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമേൽ പ്രതിപക്ഷം ഇതിനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും, പൊതുയാത്രയിൽ പ്രതിപക്ഷം നുണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും, മന്ത്രിസഭയുടെ ആവശ്യത്തിന്, മന്ത്രിസഭയുടെ ഈ പറയുന്ന വലിയ നേട്ടങ്ങൾ ഒളിപ്പിച്ചു വെക്കാനാവുന്നില്ല എന്നുള്ളതാണ്. പൂച്ചട്ടി സ്കൂളിന്റെ മുറ്റത്ത് നടന്നത് ഒരു കാര്യം മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ പുറത്തു വരാത്ത കാര്യങ്ങൾ. CPM-ന്റെ മന്ത്രിമാർ വേണമെന്നില്ല, MLA-മാർ വേണമെന്നില്ല, മെമ്പർമാർ, LC കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ നേതാക്കൾ വരെ ഉള്ളവരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളുടെ നന്ദി പ്രകടനങ്ങൾ ഈ ജനത ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി വീഡിയോകൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. 10 വർഷം ഭരിച്ച ഒരു സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ജനം എഴുന്നേറ്റു നിന്ന് കൈയടിച്ച് നന്ദി പറയുന്നതിന്റെ ഉത്തമോദാഹരണമായി പിണറായി 2ാം ഊഴത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നടക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ ഞങ്ങളൊരു വാക്ക് നന്ദി പറയട്ടെ സാറേ. ഒരുപാട് നാളത്തെ ഞങ്ങൾ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. ഇതിനുവേണ്ടി ഒരുപാട് ഞങ്ങളോടുകൂടെ സഹകരിച്ചു നിന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും തന്നെ, PTA-ക്കാര്, ഈ വിദ്യാലയത്തിനോട് മന്ത്രിസഭ കാണിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഓരോ അമ്മമാരുടെ കണ്ണുനീരിനെ, അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരെ കണ്ടതിന് ഞങ്ങൾ മന്ത്രിസഭയോട് എല്ലാവരോടും, താഴത്തുനിന്നോട്ട് മേളിലുള്ളവരോട് ഒരുപാട് നന്ദി കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഈ ഒരു താങ്ക്സ് പോരാ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വേദന ശരിക്കും മനസ്സിലാക്കി മന്ത്രിസഭ ഇതൊരു തീരുമാനം എടുത്തു. ഞങ്ങളോട് കൂടെ നിന്നും സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഞങ്ങളുടെ വിദ്യാലയത്തിന് ഇതൊരു വലിയൊരു വിജയമാണ്. ഈ തന്ന ഈ ഒരു വലിയൊരു മഹത്തായ ധർമ്മത്തിന് ഒരുപാട് നന്ദി. നമ്മൾ വലിയൊരു താങ്ക്സ് പറയാൻ പോവാണ്. ഈ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നായകന് അത്യപൂർവമായിട്ടുള്ള നന്ദി.